ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടിയായി RLD NDA സഖ്യത്തിന്റെ ഭാഗമാകും. BJPയുമായി RLD സീറ്റ് ധാരണയായി. ഉത്തർപ്രദേശിൽ 2 ലോക്സഭാ സീറ്റുകളും 1 രാജ്യസഭാ സീറ്റും RLDക്ക് നൽകും. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ബൽറാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ RLD അടർത്തിയെടുക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട് എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിപ്പോൾ സ്ഥിരീകരിക്കുകയാണോ? എന്തൊക്കെയാണ് ധാരണ? വേണു, ഇന്ത്യ സഖ്യത്തിന് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി ഉത്തർപ്രദേശിൽ ലഭിച്ച ഒരു വലിയ തിരിച്ചടി തന്നെയാണ് RLD വീണ്ടും NDA സഖ്യത്തിലേക്ക് എത്തുന്നു എന്ന കാര്യം. കഴിഞ്ഞ കാലങ്ങളിൽ ആയി ശക്തമായി ഇന്ത്യ സഖ്യത്തോടൊപ്പം അല്ലെങ്കിൽ പ്രതിപക്ഷ കൂട്ടായ്മയ്ക്കൊപ്പം നിലയുറപ്പിച്ചിരുന്ന ഒരു പാർട്ടിയാണ് RLD. ഈ RLDയുമായി ഈ BJP ചർച്ചകൾ നടന്നതായുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. 4 സീറ്റുകൾ NDAയിൽ നിന്നും RLDക്ക് നൽകാൻ ധാരണയായി എന്നായിരുന്നു റിപ്പോർട്ടുകൾ. എന്നാൽ 2 സീറ്റുകൾക്ക് 2 ലോക്സഭാ സീറ്റുകളുടെ തന്നെ RLD സഖ്യത്തിന്റെ ഭാഗമാകാൻ ധാരണയായിരിക്കുന്നു. ഒപ്പം തന്നെ 1 രാജ്യസഭാ സീറ്റും RLDക്ക് നൽകാം എന്നാണ് BJP ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഇതോടെ മറ്റൊരു ഉത്തർപ്രദേശിലെ പ്രധാനമായും പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ ഏറെ സ്വാധീനമുള്ള ജാട്ട് വിഭാഗത്തിന്റെ വലിയ പിന്തുണയുള്ള RLD NDAയുടെ ഭാഗമായിരിക്കുകയാണ്. ഇത്തവണ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ BJP വലിയ തിരിച്ചടികൾക്ക് സാധ്യതയുണ്ട് എന്ന് ആഭ്യന്തര സർവേയിൽ കണ്ടെത്തിയിരുന്നു. പ്രധാനമായും ജാട്ട് വിഭാഗം പ്രതിപക്ഷത്തോടൊപ്പം നിലയുറപ്പിച്ചിരിക്കുന്നു കർഷക പ്രതിഷേധത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ എന്നുള്ളതാണ്. 2014 തിരഞ്ഞെടുപ്പിൽ BJPക്ക് ഏറ്റവും അനുകൂലമായ ഒരു തരംഗമുണ്ടാക്കിയത് ജാട്ട് വിഭാഗത്തിന്റെ പിന്തുണയാണ്. എന്നാൽ കർഷക സമരം അടക്കമുള്ളവയുടെ പശ്ചാത്തലത്തിൽ ഈ വിഭാഗം BJPയിൽ നിന്നും അകന്നുപോയിരുന്നു. അതിൽ RLD വഹിച്ച ഒരു പങ്കും നിർണായകമാണ്. RLD കർഷക സമരത്തിന് പിന്തുണയുമായാണ് രംഗത്തിറങ്ങിയിരുന്നത്. ആ പാർട്ടിയെ ഇപ്പോൾ BJPക്ക് ഒപ്പം എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു, സഖ്യത്തിന്റെ ഭാഗമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ജയന്ത് ചൗധരിയുമായി നടത്തിയ ചർച്ചകളിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ധാരണ ആയിരിക്കുന്നത്. അതേസമയം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി സമാജ്വാദി പാർട്ടിയാണ് RLDയുമായി ചർച്ചകൾ നടത്തിയിരുന്നതും. 8 സീറ്റുകൾ, പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ 8 സീറ്റുകൾ, ബാഗ്പത്ത് അടക്കമുള്ള 8 സീറ്റുകൾ RLDക്ക് നൽകാനായിരുന്നു ധാരണ. ആ ഒരു ധാരണ എത്തിയതിനു ശേഷമാണ് കോൺഗ്രസിന് ഉള്ള സീറ്റുകൾ ഉൾപ്പെടെ സമാജ്വാദി പാർട്ടി പ്രഖ്യാപിച്ചത്. എന്നാൽ ആ സഖ്യം, ആ ധാരണ തകർത്തുകൊണ്ടാണ് RLD ഇപ്പോൾ ഈ NDA സഖ്യത്തിന്റെ ഭാഗമാകാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. വേണു, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങളുമായി ചേർന്നത്.